ഹലോ എവരി വൺ, അസ്സാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഫുൾ ഹെന്ന പേസ്റ്റ് മേക്കിംഗ് പ്രോസസ്സാണ് ഷെയർ ചെയ്യുന്നത്. സിമ്പിൾ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് സ്മൂത്ത് ആൻഡ് ഡാർക്ക് സ്റ്റെയിൻ കിടുന്ന ഹെന്ന പേസ്റ്റ് എങ്ങനെ റെഡിയാക്കുന്നു എന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിക്കാം. അതിന് 4 ഇൻഗ്രീഡിയൻ്റ് ആണ് മെയിനായിട്ട് വേണ്ടത്. ആദ്യം തന്നെ ഹെന്ന പൗഡറാണ് യൂസ് ചെയ്യുന്നത്. 250 ഗ്രാം ഹെന്ന പൗഡറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഹെന്ന സ്കിന്നിൽ നന്നായി സ്റ്റിക്ക് ചെയ്യാനും പേസ്റ്റ് ഡ്രൈ ആവാതിരിക്കാനും അത് ഹെൽപ്പ് ചെയ്യും. ഞാനിവിടെ 100 ഗ്രാം ഷുഗറാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നീട് അതിലോട്ട് 75 ml എസൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ യൂക്കാലിപ്റ്റസിൻ്റെ എസൻഷ്യൽ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നല്ല ഡാർക്ക് സ്റ്റെയിൻ കിട്ടാനും ഈ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓയിൽസ് യൂക്കാലിപ്റ്റസ് മാത്രമല്ല, ലാവൻഡർ, ടീ ട്രീ, കേജ്പുത്ത് എന്നീ ഓയിൽസും ഉണ്ട്. ഇനി ഇതെല്ലാം യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. വാട്ടർ മാത്രമല്ല കേട്ടോ, ചായ തിളപ്പിച്ചാറിയ വെള്ളമോ ലെമൺ ജ്യൂസോ അതൊക്കെ യൂസ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള യൂസ് ചെയ്ത് കൊടുക്കാം. ഞാനെപ്പോഴും പച്ചവെള്ളം തന്നെയാണ് യൂസ് ചെയ്യല്. ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഡാർക്ക് സ്റ്റെയിൻ കിട്ടുന്നുണ്ട്. പിന്നെ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം പല പൗഡറിനും പല ശേഷിയായിരിക്കും വാട്ടർ അബ്സോർബ് ചെയ്യാനുണ്ടാവുക. പിന്നെ ഇതെല്ലാം കൂടെ നല്ലോണം ബ്ലെൻഡ് ചെയ്യുക. സ്പാച്ചിലയോ സ്പൂണോ യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യാം. ഈ സ്റ്റേജിൽ നമ്മുടെ ഹെന്ന പേസ്റ്റിൽ നല്ലോണം ലംസ് എല്ലാം ഉണ്ടാവും. അതൊക്കെ ഇപ്പം തന്നെ ഉടച്ചെടുക്കണമെന്നില്ല. കാരണം നമ്മൾ ഈ പേസ്റ്റിന് 7 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ആ ടൈമിൽ അതിലുള്ള ലംസ് എല്ലാം ഉടഞ്ഞ് അതിനുശേഷം നമുക്ക് ഇതെല്ലാം നല്ലോണം റെഡി ആയിട്ട് വരും. നമ്മളിങ്ങനെ ഹെന്ന പേസ്റ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന പ്രോസസ്സിനെ ഡ്രൈ റിലീസിങ് എന്നാണ് പറയുക. ഇപ്പം നമ്മുടെ നാട്ടിൽ ചൂടായതുകൊണ്ട് തന്നെ ഒരു 6-7 മണിക്കൂർ വെച്ചാൽ തന്നെ ധാരാളമായിരിക്കും. ഇപ്പോൾ ഒരു 7 മണിക്കൂറിന് ശേഷം നമ്മൾ ഹെന്ന പേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് നോക്കാം. ഡ്രൈ റിലീസിങ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഒരു ലൈറ്റ് ഗ്രീനിൽ നിന്ന് ഒരു ഡാർക്ക് ഗ്രീനിലേക്ക് മാറിയിട്ടുണ്ടാവും. ഞാനിവിടെ ബീറ്റർ യൂസ് ചെയ്ത് നന്നായും ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഈ പേസ്റ്റ് ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റുന്നുണ്ട്. പിന്നെ ഞാനിങ്ങനത്തെ ഒരു സോക്സ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളെ ഹെന്ന പേസ്റ്റ് എത്ര ആക്കിയിട്ടുണ്ടെങ്കിലും കുറച്ചും കൂടി അതിൽ കട്ടയായിട്ടുണ്ടാവും. അതൊക്കെ അരിച്ച് മാറ്റാനാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സോക്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിലോട്ട് കുറച്ചായിട്ട് നമുക്ക് ഹെന്ന പേസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മുടെ ഹെന്ന പേസ്റ്റിനെ അരിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഈ പേസ്റ്റ് കോണാക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയോ ചെയ്യാം. ഞാനിവിടെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഹെന്ന പേസ്റ്റിൻ്റെ റെസിപ്പി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.